MG.BCom CRG കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് ഗവേണൻസ് എന്ന പേപ്പറിലെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുകയായിരുന്നു നമ്മൾ. അതിൽ 20th ക്വസ്റ്റ്യൻ 20ാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു പോൾ? ഒരു വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു സെക്രട്ടറി എന്തെല്ലാം കടമകളാണ് തീർത്തുവയ്ക്കേണ്ടത് അതിന് മുൻപായിട്ട് എന്നാണ് ചോദ്യം. സെക്രട്ടേറിയൽ ഡ്യൂട്ടീസ് ഇൻ റിലേഷൻ ടു പോൾ ആർ ക്വൈറ്റ് എക്സ്റ്റെൻസീവ്. വളരെ വിപുലമായ ഡ്യൂട്ടീസ് ആണ് സെക്രട്ടറിക്ക് ഉള്ളത്. ഹിയർ ആർ സം കീ റെസ്പോൺസിബിലിറ്റീസ്. ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ ഇവിടെ പറയുകയാണ്. ഒന്ന്, കണ്ടക്ടിങ് ദ പോൾ. സെക്രട്ടറീസ് റെസ്പോൺസിബിലിറ്റി ഫോർ കണ്ടക്ടിങ് ദ പോൾ എൻഷുറിംഗ് ദാറ്റ് ദ വോട്ടിംഗ് പ്രോസസ് ഈസ് ഫെയർ ആൻഡ് ട്രാൻസ്പാരന്റ്. വോട്ടിംഗ് പ്രക്രിയ നീതിനിഷ്ഠമാണ്, ഫെയർ ആണ്, ട്രാൻസ്പാരന്റ് സുതാര്യമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടത് സെക്രട്ടറിയുടെ ചുമതലയാണ്. രണ്ട്, മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്. ദ സെക്രട്ടറി മസ്റ്റ് മെയിൻറ്റെയിൻ ആക്യുറേറ്റ് റെക്കോർഡ്സ് ഓഫ് ദ പോൾ. വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ രേഖകൾ തയ്യാറാക്കി സൂക്ഷിക്കണം. ഇൻക്ലൂഡിംഗ് ദ നമ്പർ ഓഫ് വോട്ട്സ് കാസ്റ്റ്, എത്ര വോട്ടുകൾ കാസ്റ്റ് ചെയ്യപ്പെട്ടു, ദ ഔട്ട്കം ഓഫ് ദ പോൾ, എന്നിട്ട് അതിന്റെ ഫലം എന്തായിരുന്നു, ആൻഡ് എനി അതർ റെലവന്റ് ഡീറ്റെയിൽസ്, മറ്റ് പ്രമുഖ വിശദാംശങ്ങൾ. എൻഷുറിംഗ് കോറം. കോറം ഉറപ്പുവരുത്തുക എന്നുള്ളത്. ദ സെക്രട്ടറി മസ്റ്റ് എൻഷുർ ദാറ്റ് എ കോറം ഈസ് പ്രസന്റ് ബിഫോർ കണ്ടക്ടിംഗ് ദ പോൾ. വോട്ടെടുപ്പ് നടത്തുന്നതിന് മുൻപായിട്ട് കോറം അവിടെ ഉണ്ടായിരുന്നോ, മീറ്റിംഗിന്റെ ആവശ്യമായ അംഗങ്ങളുടെ എണ്ണമാണ് കോറം, അതുണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. കൗണ്ടിംഗ് വോട്ട്സ്, വോട്ടുകൾ കൗണ്ട് ചെയ്യുക. സെക്രട്ടറി ഈസ് റെസ്പോൺസിബിൾ ഫോർ കൗണ്ടിംഗ് ദ വോട്ട്സ് ആൻഡ് ഡിക്ലെയറിംഗ് ദ ഔട്ട്കം ഓഫ് ദ പോൾ. പോളിന്റെ ഔട്ട്കം എന്താണെന്ന് ഡിക്ലെയർ ചെയ്യേണ്ടതും വോട്ട് കൗണ്ട് ചെയ്ത് നോക്കേണ്ടതും സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. റെക്കോർഡിംഗ് മിനിറ്റ്സ്, മിനിറ്റ്സ് രേഖപ്പെടുത്തുക. കമ്പനിയുടെ മീറ്റിംഗിൽ എന്തെല്ലാം കാര്യങ്ങൾ അപ്പോൾ നടന്നു, ചർച്ച ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ രേഖപ്പെടുത്തലാണ് മിനിറ്റ്സ്. സെക്രട്ടറി മസ്റ്റ് റെക്കോർഡ് ദ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് ഇൻക്ലൂഡിംഗ് ദ ഔട്ട്കം ഓഫ് ദ പോൾ. പോളിന്റെ റിസൾട്ട് വരെ മിനിറ്റ്സിന്റെ ഭാഗമായി ചേർക്കണം. പ്രൊവൈഡിംഗ് റിസൾട്ട്സ്, റിസൾട്ട് നൽകുക. സെക്രട്ടറി മസ്റ്റ് പ്രൊവൈഡ് ദ റിസൾട്ട്സ് ഓഫ് ദ പോൾ ടു ദ റെലവന്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻക്ലൂഡിംഗ് ദ ഡയറക്ടർ ബോർഡ്, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് റെഗുലേറ്ററി അതോറിറ്റീസ്. സെക്രട്ടറി തീർച്ചയായിട്ടും പോളുമായി ബന്ധപ്പെട്ട പ്രമുഖമായ ഫലങ്ങൾ അത് ഡയറക്ടർ ബോർഡിനും ഷെയർ ഹോൾഡേഴ്സിനും മറ്റ് റെഗുലേറ്ററി അതോറിറ്റീസിനും നൽകേണ്ടതുണ്ട്. These duties are essential to ensure the regular integrity and transparency of the polling process. പോളിംഗ് പ്രോസസ്സിന്റെ വിശ്വസനീയതയ്ക്കും സമഗ്ര വിശ്വസനീയതയാണ് ഇന്റഗ്രിറ്റി, ട്രാൻസ്പാരൻസി സുതാര്യതയാണ്. ഇത് രണ്ടും ഉറപ്പുവരുത്തുന്നതിന് ഇത് അനിവാര്യമാണ്, എസെൻഷ്യൽ ആണ്. ഇനി മറ്റൊരു ചോദ്യം കൂടെ ചർച്ച ചെയ്യുകയാണ്. വാട്ട് ആർ ദ ടു കൈൻഡ്സ് ഓഫ് വോളണ്ടറി മീറ്റിംഗ് അപ്പ് വൈൻഡിംഗ് അപ്പ്? ഒരു കമ്പനി സ്വമേധയാ പിരിച്ചുവിടാം, അല്ലെങ്കിൽ കമ്പൽസറി വൈൻഡിംഗ് അപ്പ് ഉണ്ട്, വോളണ്ടറി വൈൻഡിംഗ് അപ്പ് ഉണ്ട്. വോളണ്ടറി വൈൻഡിംഗ് അപ്പ് തന്നെ രണ്ട് തരത്തിലാവാം. അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ വോളണ്ടറി വൈൻഡിംഗ് അപ്പ് ഉണ്ട്, ക്രെഡിറ്റേഴ്സിന്റെ വോളണ്ടറി വൈൻഡിംഗ് അപ്പ് ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് ചോദ്യം. ദ വോളണ്ടറി വൈൻഡിംഗ് അപ്പ് ഈസ് എ പ്രോസസ് വേർ എ കമ്പനീസ് മെമ്പേഴ്സ് ഡിസൈഡ് ടു ഡിസോൾവ് ദ കമ്പനി. കമ്പനിയുടെ മെമ്പേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയെ പിരിച്ചുവിടാൻ, പൂട്ടാനായിട്ട്, കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാനായിട്ട് തീരുമാനിക്കുന്നതാണ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ്, സ്വമേധയാ തീരുമാനിക്കാൻ. ഇത് തന്നെ രണ്ട് തരമുണ്ട്. ദർ ആർ ടു കൈൻഡ്സ് ഓഫ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ്. ഒന്ന്, members voluntary winding up, MVWU, members voluntary winding up. In an MVWU, the company will be a solvent one. കമ്പനി വളരെ കടബാധ്യതകളൊക്കെ തീർക്കാനൊക്കെ കപ്പാസിറ്റി ഉള്ള ഒരു സോൾവെന്റ് കമ്പനി ആയിരിക്കും. എന്താണ് സോൾവൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരാളുടെ കടബാധ്യത തീർക്കാനായിട്ട് അയാളുടെ ആസ്തികൾ മതിയാകുമെങ്കിൽ തീർച്ചയായിട്ടും അത് സോൾവൻസി ഉണ്ടെന്ന് പറയാം. പക്ഷെ കമ്പനിക്ക് അതെങ്ങനെ ഇല്ലാതെ ഒരു സാഹചര്യം വരികയാണ്, കടങ്ങൾ പെരുകുകയും ആസ്തികൾ അതിനേക്കാൾ കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ കമ്പനിയുടെ സോൾവൻസി നഷ്ടപ്പെട്ടു. അപ്പോൾ കമ്പനി വൈൻഡിംഗ് അപ്പ് നടത്തും. അങ്ങനെയുള്ള വൈൻഡിംഗ് അപ്പ് ആണ് തീർച്ചയായിട്ടും ഒരു സാധ്യത എന്ന് പറയുന്നത്. പക്ഷെ കമ്പനി സോൾവെന്റ് ആയിരിക്കുന്ന സമയത്ത് അംഗങ്ങൾ സ്വമേധയാ പിരിഞ്ഞു പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് ആണ്. ഇറ്റ് ക്യാൻ പേ ഇറ്റ്സ് ഡെസ് ഇൻ ഫുൾ. അതിന്റെ കടബാധ്യതകൾ ഫുള്ളായിട്ടും വീട്ടി തീർക്കാൻ അതിന് കഴിയുന്ന അവസ്ഥയാണ് സോൾവൻസി. The members of the company decided to wind up the company's affairs and the assets are distributed among the shareholders. കമ്പനിയുടെ മെമ്പേഴ്സ് അതിന്റെ അസറ്റ്സ് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് കമ്പനിയുടെ മെമ്പേഴ്സ് ഡിസൈഡ് ചെയ്യാണ്. കമ്പനിയുടെ അഫയേഴ്സ് ഒക്കെ നിശ്ചയിക്കാനായിട്ട് അംഗങ്ങൾക്ക് കഴിയും. അതിന്റെ ആസ്തികൾ അതിന്റെ ഷെയർ ഹോൾഡർമാർക്ക് വൈൻഡിങ് അപ്പിന്റെ സമയത്ത് പണം പിരിച്ച് വീതം വെച്ച് നൽകുകയും വേണം. ഇനി ക്രെഡിറ്റേഴ്സ് വൈൻഡിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇൻ CVWU ദ കമ്പനി വിൽ ബി ആൻ ഇൻസോൾവെന്റ് വൺ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ കമ്പനി ഒരു പാപ്പരായ കമ്പനി ആയിരിക്കും. മീനിങ് ഇറ്റ് കനോട്ട് പേ ഇറ്റ്സ് ഡെബ്റ്റ്സ് ഇൻ ഫുൾ. അതിന്റെ കടബാധ്യതകൾ പൂർണ്ണമായും വീട്ടി തീർക്കാൻ അതിന് കഴിയില്ലാത്ത സന്ദർഭമാണ്. ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്പനി ഡിസൈഡ് ടു വൈൻഡ് അപ്പ് ദ കമ്പനീസ് അഫയേഴ്സ് ബട്ട് ദ ക്രെഡിറ്റേഴ്സ് ഓൺഡ് മണി ക്രെഡിറ്റേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദ പ്രോസസ്. പക്ഷെ ഇവിടെ മെമ്പേഴ്സിന്
തീരുമാനിക്കാൻ കഴിയില്ല, കടബാധ്യതകൾ വീട്ടി തീർക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കമ്പനി പൂർണ്ണമായും ക്രെഡിറ്റേഴ്സിൻ്റെതാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ക്രെഡിറ്റേഴ്സ് ആണ് വൈൻഡിംഗ് അപ്പ് നടത്തുക. ക്രെഡിറ്റേഴ്സ് ആർ ഇൻവോൾവ്ഡ് ഇൻ ദിസ് പ്രോസസ് ടു എൻഷുർ ദാറ്റ് ദെയർ ഇൻട്രസ്റ്റ് ആർ പ്രൊട്ടക്റ്റഡ്. കാരണം അവിടെ താല്പര്യം സംരക്ഷിക്കപ്പെടേണ്ടത് ഷെയർ ഹോൾഡേഴ്സിൻ്റെതല്ല, മറിച്ച് ക്രെഡിറ്റേഴ്സിൻ്റെതാണ്. കാരണം അവർക്കാണ് പണം ലഭിക്കാനുള്ളത്. പണം ഇനി ഷെയർ ഹോൾഡേഴ്സിനൊന്നും കിട്ടാനില്ല, മറിച്ച് ക്രെഡിറ്റേഴ്സിനാണ് കിട്ടാനുള്ളത്. അപ്പോൾ അവരുടെ താല്പര്യം സംരക്ഷിക്കപ്പെടും എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അവർക്ക് അതിനകത്ത് കീ റോൾ കൊടുത്തേ മതിയാവും. സോ കീ ഡിഫറൻസ് ബിറ്റ്വീൻ MVWU ആൻഡ് CVWU എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിംഗ് അപ്പും ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിംഗ് അപ്പും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. എന്താണ് പ്രമുഖ വ്യത്യാസങ്ങൾ? ഒന്ന്, ഒരു സോൾവെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ, വേറൊന്ന് ഒരു ഇൻസോൾവെന്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ. മെമ്പേഴ്സ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് നടക്കുന്നത് സോൾവെന്റ് സിറ്റുവേഷനിലും ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിംഗ് അപ്പ് നടക്കുന്നത് ഇൻസോൾവെന്റ് സിറ്റുവേഷനിലുമാണ്. So MVWE is for solvent companies and while CVWE is for insolvent companies. Now creditors involvement, creditorsന്റെ ഇൻവോൾവ്മെന്റ് എത്രമാത്രം? CVWU എന്ന സിറ്റുവേഷനിൽ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിംഗ് അപ്പിൽ ക്രെഡിറ്റേഴ്സ് പ്ലേ എ സിഗ്നിഫിക്കന്റ് റോൾ. ക്രെഡിറ്റേഴ്സിന് വലിയ ഗണ്യമായ പ്രാധാന്യമുണ്ട് ഇൻ ദ വൈൻഡിംഗ് അപ്പ് പ്രോസസ്, വൈൻഡിംഗ് അപ്പ് പ്രോസസ്സിൽ. whereas in MVWU the creditors are not typically involved. MVWEയിൽ ക്രെഡിറ്റേഴ്സ് ഇൻവോൾവ് ചെയ്യുന്നില്ല എന്ന് കാണാവുന്നതാണ്. Who is an official liquidator? ആരാണ് ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്റർ? കമ്പനിയുടെ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. മുൻപൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കോൺട്രിബ്യൂട്ടർ ആരാണ് എന്ന് ചോദിച്ചിരുന്നു. കോൺട്രിബ്യൂട്ടറും ഒഫീഷ്യൽ ലിക്വിഡേറ്ററും രണ്ടാണ്, ഒന്ന് ഓർത്തിരിക്കുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ് ആദ്യ ഭാഗത്ത് 2 മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഈസ് എ പേഴ്സൺ അപ്പോയിന്റഡ് ബൈ എ കോർട്ട് ഓർ എ റെഗുലേറ്ററി അതോറിറ്റി ടു ഓവർസീ ദ ലിക്വിഡേഷൻ ഓഫ് എ കമ്പനി ദാറ്റ് ഈസ് ബീയിങ് വൗണ്ട് അപ്പ്. ഓക്കെ, അതായത് വൈൻഡിംഗ് അപ്പിന്റെ സമയത്ത് കമ്പനിയുടെ കാര്യങ്ങൾ നേരെ ചൊവ്വെ നടത്തുന്നുണ്ട് എന്ന് നോക്കുവാൻ, മേൽനോട്ടം വഹിക്കുവാൻ, ഓവർസീ ചെയ്യുവാൻ, കമ്പനിയുടെ ലിക്വിഡേഷൻ പ്രോസസ് ഒക്കെ നേരെ ചൊവ്വെ നടത്തുന്നുണ്ട് എന്ന് മേൽനോട്ടം വഹിക്കുവാൻ, ഓവർസീ ചെയ്യുവാൻ കോർട്ട് അപ്പോയിന്റ് ചെയ്യുന്ന പേഴ്സൺ ആണ് OL അഥവാ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ. ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യനിൽ OL, ഹൂ ഈസ് ആൻ OL എന്ന് ചോദിക്കാം. അപ്പോൾ പെട്ടെന്ന് OLന്റെ ഫുൾ ഫോം പെട്ടെന്ന് ഓർമ്മ വരണം. ഒഫീഷ്യൽ ലിക്വിഡേറ്റർ എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, ഇനി കീ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ഒഫീഷ്യൽ ലിക്വിഡേറ്ററുടെ? ടേക്ക് കൺട്രോൾ ഓഫ് ദ കമ്പനീസ് അസറ്റ്സ്. കമ്പനിയുടെ ആസ്തികളുടെ ചുമതല, ഉത്തരവാദിത്തം പൂർണ്ണമായും ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഏറ്റെടുക്കുന്നു. ദ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ അഥവാ OL ടേക്സ് പൊസഷൻ ഓഫ് ദ കമ്പനീസ് അസറ്റ്സ്, ബുക്സ് ആൻഡ് റെക്കോർഡ്സ്. കമ്പനിയുടെ പുസ്തകങ്ങൾ, രേഖകൾ എല്ലാം അദ്ദേഹം കൈപ്പറ്റുന്നു. റിയലൈസ് അസറ്റ്സ്, കമ്പനിയുടെ ആസ്തികളെല്ലാം വിറ്റ് പണമാക്കി മാറ്റുന്നതിനെയാണ് റിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. കമ്പനിയുടെ അസറ്റ്സ് എല്ലാം വിറ്റ് പണമാക്കി മാറ്റുന്നു. ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ദി OL സെൽസ് ദ ഓർ ഡിസ്പോസസ് ദ കമ്പനീസ് അസറ്റ്സ് ടു ജനറേറ്റ് ഫണ്ട്സ് ടു പേ ദ ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. 3, ഡിസ്ട്രിബ്യൂട്ട് ഫണ്ട്സ്, ഫണ്ടുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദി OL ഡിസ്ട്രിബ്യൂട്ട്സ് ദ ഫണ്ട്സ് റിലൈസ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് അസറ്റ്സ് ടു ദ കമ്പനീസ് ക്രെഡിറ്റേഴ്സ്. അസറ്റ്സ് വിറ്റിട്ടുള്ള ഫണ്ട് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സിനും ഷെയർ ഹോൾഡേഴ്സിനും കൊടുക്കുന്നു. ഇൻവെസ്റ്റിഗേറ്റ് കമ്പനീസ് അഫയേഴ്സ്, കമ്പനിയുടെ അഫയേഴ്സിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നു. ദി ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഇൻവെസ്റ്റിഗേറ്റ്സ് ദ കമ്പനീസ് അഫയേഴ്സ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ബിസിനസ് ഡീലിംഗ്സ്, അതിന്റെ സാമ്പത്തിക ഇടപാടുകളും അതിന്റെ ബിസിനസ് ഡീലിംഗ്സും വരെ. ഇനി അപ്പോയിന്റ്മെന്റ്, ദി ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഈസ് ടിപ്പിക്കലി അപ്പോയിന്റഡ് ബൈ കോർട്ട്. ഒഫീഷ്യൽ ലിക്വിഡേറ്റർ അപ്പോയിന്റ് ചെയ്ത് ആരാണ്? കോടതിയാണ്. എ കോർട്ട് മേ അപ്പോയിന്റ് ആൻ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ഇൻ എ വൈൻഡിംഗ് അപ്പ് പെറ്റീഷൻ. ഒരു വൈൻഡിംഗ് അപ്പ് പെറ്റീഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്ററെ അനുവദിച്ചു കൊടുക്കാവുന്നതാണ്. റെഗുലേറ്ററി അതോറിറ്റി, എ റെഗുലേറ്ററി അതോറിറ്റി സച്ച് ആസ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കമ്പനി രജിസ്ട്രാർ റെഗുലേറ്ററി അതോറിറ്റിയാണ്. അങ്ങനെയുള്ളവരുടെ ആവശ്യപ്രകാരം കോടതി ഒഫീഷ്യൽ ലിക്വിഡേറ്ററെ അപ്പോയിന്റ് ചെയ്യാവുന്നതാണ്. ഇനി ക്വാളിഫിക്കേഷൻസിനെ കുറിച്ച് പറയാം. ഒഫീഷ്യൽ ലിക്വിഡേറ്ററുടെ ടു ബി എലിജിബിൾ ഫോർ അപ്പോയിന്റ്മെന്റ് ആസ് ആൻ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ആൻ ഇൻഡിവിജ്വൽ മസ്റ്റ്, ഒരു ഒഫീഷ്യൽ ലിക്വിഡേറ്റർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു വ്യക്തിക്ക് മിനിമം അയാൾക്ക് ഇൻസോൾവൻസി ക്വാളിഫൈഡ് പ്രാക്ടീഷണർ ആയിരിക്കണം. ഓക്കെ, ഹാവ് എ റെക്കഗ്നൈസ്ഡ് ക്വാളിഫിക്കേഷൻ ഇൻ ഇൻസോൾവൻസി പ്രാക്ടീസ്. ഇൻസോൾവൻസി പ്രാക്ടീസ് എന്ന മേഖലയിൽ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. 2, ഹാവിങ് റെലവന്റ് എക്സ്പീരിയൻസ്, വേണ്ടത്ര അനുഭവ സമ്പത്ത് ഉണ്ടായിരിക്കണം. ഹാവ് എക്സ്പീരിയൻസ് ഇൻ ഇൻസോൾവൻസി അക്കൗണ്ടിങ് ലോ, ഇൻസോൾവൻസിയിൽ, അക്കൗണ്ടിങ്ങിൽ, നിയമത്തിൽ ഒക്കെ വേണ്ടത്ര അനുഭവ സമ്പത്തുള്ള വ്യക്തിയും കൂടി ആയിരിക്കണം. അടുത്തത് പാർട്ട് സിയിലെ ചോദ്യമാണ്. ബ്രീഫ്ലി ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ഇൻ ദ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിൽ എന്തൊക്കെ സ്റ്റെപ്സ് ഉൾപ്പെടുന്നുണ്ട്? സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ഇൻകോർപ്പറേറ്റിംഗ് എ കമ്പനി. 1, ചൂസ് എ ബിസിനസ് നെയിം, കമ്പനിക്ക് ഒരു പേര് കണ്ടെത്തുക. കമ്പനി രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് ഒരു പേര് കണ്ടെത്തുക. സെലക്ട് എ യൂണിക് നെയിം ഫോർ യുവർ കമ്പനി ആൻഡ് ചെക്ക് ഇറ്റ്സ് അവൈലബിലിറ്റി, അത് അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്യുക. കണ്ടക്ട് എ നെയിം സെർച്ച്, ഒരു നെയിം സെർച്ച് കണ്ടക്ട് ചെയ്യുക. വെരിഫൈ ദാറ്റ് ദ ഡിസൈർഡ് നെയിം ഇസ്ന്റ് ഓൾറെഡി ഇൻ യൂസ്, ആ പേര് ഇതിനു മുമ്പ് ഉപയോഗത്തിലില്ല എന്ന് ഉറപ്പുവരുത്തുക. പ്രിപ്പയർ ദ മെമ്മോറണ്ടം ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, മെമ്മോറണ്ടം, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്നിവ പ്രിപ്പയർ ചെയ്യുക. ഡ്രാഫ്റ്റ് ദീസ് ഫൗണ്ടേഷണൽ ഡോക്യുമെന്റ്സ് ഔട്ട്ലൈനിങ് ദ കമ്പനീസ് പർപ്പസ്, സ്ട്രക്ചർ ആൻഡ് റൂൾസ്. ഈ ഫൗണ്ടേഷണൽ ഡോക്യുമെന്റുകൾ കമ്പനിയുടെ ലക്ഷ്യം നിറവേറ്റുന്നുണ്ട്, അതുപോലെ തന്നെ കമ്പനിയുടെ ഘടനയെ ന്യായീകരിക്കുന്നുണ്ട്, കമ്പനിയുടെ റൂൾസ്
പിന്നെ ഒപ്പം പോകുന്നതാണ് എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഈ അത്തരത്തിലുള്ള ഒരു ഫൗണ്ടേഷൻ ഡോക്യുമെന്റ് ആണ് മെമ്മോറണ്ടം ഓഫ് അസോസിയേഷനും അതുപോലെ തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനും. മെമ്മോറണ്ടം ഓഫ് അസോസിയേഷൻ കമ്പനിയുടെ ഭരണഘടനയാണെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റിന് വേണ്ടുന്ന നിയമാവലികളാണ്, ബൈലോയാണ്. ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ഡയറക്ടേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്, ഷെയർ ഹോൾഡർമാരെയും ഡയറക്ടർമാരെ അപ്പോയിന്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ചൂസ് ഇൻഡിവിജ്വൽസ് ടു ഫിൽ ദീസ് ക്രിട്ടിക്കൽ റോൾസ്, ഡയറക്ടർ ആവാനുള്ള ഷെയർ ഹോൾഡേഴ്സ് വ്യക്തികളെയൊക്കെ ഷെയർ ഹോൾഡർമാരുടെ കൂട്ടത്തിൽ നിന്ന് കണ്ടെത്തുക എന്നത്. ദെൻ രജിസ്റ്റർ വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കമ്പനി രജിസ്ട്രാറുടെ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്യുക. സബ്മിറ്റ് ദ റിക്വയർഡ് ഡോക്യുമെന്റ്സ് ആൻഡ് പേ ദ രജിസ്ട്രേഷൻ ഫീ, വേണ്ടത്ര ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യുക മാത്രമല്ല രജിസ്ട്രേഷൻ ഫീയും അടയ്ക്കേണ്ടതുണ്ട്. ഒബ്റ്റെയിൻ എ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, അടുത്തതായിട്ട് ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, കമ്പനിയുടെ കാര്യത്തിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്നാണ് പറയുന്നത്, അത് നേടിയെടുക്കുക രജിസ്ട്രാറുടെ കയ്യിൽ നിന്ന്. റിസീവ് ഒഫീഷ്യൽ കൺഫർമേഷൻ ഓഫ് യുവർ കമ്പനീസ് എക്സിസ്റ്റൻസ്. 7th പോയിന്റ്, ഒബ്റ്റെയിൻ ബിസിനസ് ലൈസൻസ് ആൻഡ് പെർമിറ്റ്സ്, ബിസിനസ് ലൈസൻസുകളും പെർമിറ്റുകളും നേടിയെടുക്കുക. സെക്യൂർ നെസസറി ലൈസൻസസ് ആൻഡ് പെർമിറ്റ്സ് ടു ഓപ്പറേറ്റ് യുവർ ബിസിനസ്. 8th one, രജിസ്റ്റർ ഫോർ ടാക്സസ്, രജിസ്റ്റർ വിത്ത് ദ ടാക്സ് അതോറിറ്റീസ് ആൻഡ് ഒബ്റ്റെയിൻ എനി നെസസറി ടാക്സ് IDs, ടാക്സ് അധികാരികളുടെ രജിസ്റ്റർ ചെയ്യുക, വേണ്ടത്ര ടാക്സ് ID നേടിയെടുക്കുക. ഓപ്പൺ എ ബിസിനസ് ബാങ്ക് അക്കൗണ്ട്, ഒരു ബിസിനസ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എസ്റ്റാബ്ലിഷ് എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഫോർ യുവർ കമ്പനീസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, നമ്മുടെ കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. 10th പോയിന്റ്, കംപ്ലൈ വിത്ത് ദ ഓൺഗോയിങ് റിക്വയർമെന്റ്സ്, നാട്ടിൽ നിലവിലിരിക്കുന്ന റിക്വയർമെന്റ്സിനെ പാലിക്കുക. ഫുൾഫിൽ ആനുവൽ റിപ്പോർട്ടിംഗ്, ടാക്സ് ഫയലിംഗ് ആൻഡ് അതർ റെഗുലേറ്ററി ഒബ്ലിഗേഷൻസ്, ടാക്സ് ഫയലിംഗ്, മറ്റ് നിയമപരമായ കടപ്പാടുകളൊക്കെ പൂർത്തീകരിക്കുക എന്നുള്ളത്. ഇത്രയും 10 പ്രോസസ്സുകൾ എങ്കിലും മിനിമം ചെയ്താൽ മാത്രമാണ് ഒരു കമ്പനിയുടെ രജിസ്ട്രേഷൻ എന്ന പ്രോസസ്സ് നമുക്ക് നിലവിൽ വരുത്താൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു ചോദ്യം, വാട്ട് ആർ ദ ഒബ്ജക്ട്സ് ഓഫ് ഇഷ്യൂയിങ് എ പ്രോസ്പെക്ടസ് ആൻഡ് ഇറ്റ്സ് കണ്ടീഷൻസ്, ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതുമായിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ കണ്ടീഷൻസ്, നിബന്ധനകൾ എന്തൊക്കെയാണ്. പ്രോസ്പെക്ടസ് എന്താണെന്ന് നമുക്കറിയാം, ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഇഷ്യൂ ചെയ്യാൻ പാടില്ല, പക്ഷേ പബ്ലിക് കമ്പനിക്ക് തീർച്ചയായിട്ടും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാം. എന്താണ് പ്രോസ്പെക്ടസ്? പൊതുജനങ്ങളെ നിങ്ങൾ വന്ന് ഞങ്ങളുടെ കമ്പനിയുടെ ഓഹരികളും ഡിബഞ്ചറുകളും, ഷെയറുകളും ഡിബഞ്ചറുകളും കടപ്പത്രങ്ങളും വാങ്ങിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ ക്ഷണിക്കുന്ന ക്ഷണപത്രമാണ് പ്രോസ്പെക്ടസ്. ഹിയർ ആർ ദ ഒബ്ജക്ട്സ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ഇഷ്യൂയിങ് എ പ്രോസ്പെക്ടസ്, ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന്റെ ലക്ഷ്യങ്ങളും അതിന്റെ കണ്ടീഷൻസും ഇവയാണ്. 1. ഒബ്ജക്ട്സ് ഓഫ് ഇഷ്യൂയിങ് എ പ്രോസ്പെക്ടസ്, ടു ഇൻവൈറ്റ് പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ്, ഒരു പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഇൻവൈറ്റ് ചെയ്യുക. എ പ്രോസ്പെക്ടസ് ഇൻവൈറ്റ്സ് ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ടു ദ കമ്പനീസ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്, കമ്പനിയുടെ ഓഹരികളും ഡിബഞ്ചറുകളും സബ്സ്ക്രൈബ് ചെയ്യാൻ പൊതുജനങ്ങളെ ഇൻവൈറ്റ് ചെയ്യലാണ്. ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ, it provides detailed information about the company, its business, financial status and future plans. കമ്പനിയുടെ ബിസിനസ് എന്താണ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എന്താണ്, കമ്പനിയുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുടെ അറിയിപ്പ് കൂടിയാണ് പ്രോസ്പെക്ടസ് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ടു കംപ്ലൈ വിത്ത് ലീഗൽ റിക്വയർമെന്റ്സ്, ചില നിയമപരമായ കടമകൾ പാലിക്കാൻ വേണ്ടി കൂടിയാണ് പ്രോസ്പെക്ടസ് ഇറക്കുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതായത് ഇഷ്യൂയിങ് എ പ്രോസ്പെക്ടസ് ഈസ് എ ലീഗൽ റിക്വയർമെന്റ്, പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യണമെന്നത് പബ്ലിക് കമ്പനിയെ സംബന്ധിച്ച് നിയമപരമായ ഒരു ആവശ്യകത കൂടിയാണ്. ആ ആവശ്യകത പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നത്. എങ്കിൽ മാത്രമാണ് അവർക്ക് ക്യാപിറ്റൽ പബ്ലിക്കിൽ നിന്ന് ഷെയർ ഇഷ്യൂ ചെയ്ത് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഇനി കണ്ടീഷൻസ് ഫോർ ഇഷ്യൂയിങ് എ പ്രോസ്പെക്ടസ്, ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നതിന് ചില നിബന്ധനകളുണ്ട്. 1. അപ്രൂവൽ ഫ്രം റെഗുലേറ്ററി അതോറിറ്റീസ്, ബന്ധപ്പെട്ട അധികാര സ്ഥാപനത്തിൽ നിന്നുള്ള അനുമതി ലഭിക്കണം. The prospectus must be approved by a relevant regulatory authority such as the Securities Exchange Commission, അല്ലെങ്കിൽ SEBI, Securities Exchange Board of India. Accurate and complete information, കൃത്യതയുള്ള പൂർണ്ണതയുള്ള വിവരം പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തണം. The prospectus must contain accurate, complete and up-to-date information about the company. Signed by the directors, directors സൈൻ ചെയ്തിരിക്കണം. The prospectus must be signed by all the directors of the company. പ്രോസ്പെക്ടസ് കമ്പനിയുടെ എല്ലാ ഡയറക്ടർമാരാലും സൈൻ ചെയ്യപ്പെട്ടിരിക്കണം. രജിസ്റ്റേർഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, കമ്പനി രജിസ്ട്രാർ എടുത്ത് അത് രജിസ്റ്റർ ചെയ്തിരിക്കണം. എ കോപ്പി ഓഫ് ദ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് വിത്ത് ദ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, പ്രോസ്പെക്ടസിന്റെ ഒരു കോപ്പി കമ്പനി രജിസ്ട്രാർ എടുത്ത് രജിസ്റ്റർ ചെയ്തിരിക്കണം. 5th one, പബ്ലിഷ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ, ഒരു ന്യൂസ് പേപ്പറിൽ അത് പബ്ലിഷ് ചെയ്തിരിക്കണം. എ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ദ ഇഷ്യൂ ഓഫ് ദ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി പബ്ലിഷ്ഡ് ഇൻ എ ന്യൂസ് പേപ്പർ. 6th പോയിന്റ്, അവൈലബിൾ ഫോർ പബ്ലിക് ഇൻസ്പെക്ഷൻ, ഈ പ്രോസ്പെക്ടസ് പബ്ലിക്കിന് ഇൻസ്പെക്ട് ചെയ്യാൻ അവൈലബിൾ ആവണം. എ കോപ്പി ഓഫ് ദ പ്രോസ്പെക്ടസ് മസ്റ്റ് ബി അവൈലബിൾ ഫോർ ദ പബ്ലിക് ഇൻസ്പെക്ഷൻ, നമ്മൾ തയ്യാറാക്കിയ പ്രോസ്പെക്ടസിന്റെ കോപ്പി പൊതുജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാൻ ലഭ്യമാകണം. എവിടെ? കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിൽ പ്രോസ്പെക്ടസിന്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കണം. ഇങ്ങനെ 24 വരെയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത 25ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ലീഗൽ പ്രൊവിഷൻസ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ